വാഴ്വ് 2024 പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഖനാനായ വിക്കർ ജനറൽ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഫാദർ സജി മലയിൽ പുത്തമ്പുരയിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അതിമനോഹരമായി നമ്മളോട് സംസാരിച്ച കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലിത്തായും ജ്ഞാനായ സമുദായത്തിൻ്റെ ആത്മീയ ആചാര്യനും പിതാവുമായ അഭിമന്യ മാത്യു മൂലക്കാട്ട് പിതാവേ, ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ച ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ എപ്പാർക്കിയുടെ അധിപനും UK-യിലെ സിറോ മലബാർ സഭയ്ക്ക് സുശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്കേവർക്കും അഭിമാനമായ അഭിമന്യ മാർ ജോസഫ് സ്രാമ്പിക്കൽ പിതാവേ, ജ്ഞാനായ യുവജനതയുടെ അഭിമാനമായ KCYL പ്രസിഡന്റ് മിസ്റ്റർ ജോണി സ്റ്റീഫൻ, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ജ്ഞാനായ സമുദായത്തിൻ്റെ അടിസ്ഥാനവും അഭിമാനവും പ്രതീക്ഷയുമൊക്കെയായ പ്രിയപ്പെട്ട എൻ്റെ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, UK-യിലെ 15 ജ്ഞാനായ മിഷനുകളിലെ പ്രിയപ്പെട്ട മക്കൾ നാളുകളായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഏറെ ആഹ്ലാദത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി സംഘടിപ്പിച്ചിരിക്കുന്ന വാഴ്വ് 2024 കൂട്ടായ്മയുടെ പൊതുസമ്മേളനത്തിൽ ബർമിംഗ്ഹാമിലെ ഈ മനോഹരമായ ബദേൽ കൺവെൻഷൻ സെൻറ്ററിലെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ അഭിസംബോധന ചെയ്യുവാൻ കിട്ടിയ ഈ അസുലഭമായ അവസരം ഒരു ഭാഗ്യമായി കരുതിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം ഈ കൂടിവരവിൻ്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്ത് ഇതൊരു വലിയ വിജയമാക്കി മാറ്റിയെടുത്ത ഓരോ വ്യക്തികളെയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. AD 345 എഡേസായുടെ മണ്ണിൽ നിന്ന് ഖ്നായ് തോമായുടെ നേതൃത്വത്തിൽ ഊറാഹ മാർ യൗസേപ്പ് മെത്രാന്റെ ആത്മീയ പരിപാലനയിൽ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കൈത്തിരിയുമായി കടന്നു വന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പിൻതലമുറക്കാർ എന്ന് അഭിമാനിക്കുകയും അതിലൂറ്റം കൊള്ളുകയും ചെയ്യുന്ന ജ്ഞാനായ കത്തോലിക്ക വിശ്വാസ സമൂഹം കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും ആഗോള സഭയ്ക്കും നൽകിയിട്ടുള്ള ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ അഭിമാനപൂർവ്വം ഓർക്കുകയും അതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. കത്തോലിക്ക സഭയെന്ന് കേട്ടാൽ പുളകിതമാകണം അന്തരംഗം, ജ്ഞാനായ സമുദായം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നരമ്പുകളിൽ എന്ന മുദ്രാവാക്യം ചൊല്ലി പ്രസംഗിച്ചു വളർന്ന ഒരു യുവത്വം എനിക്കുണ്ട്. ആ ഓർമ്മകളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇന്നും അഭിമാനപൂർവ്വം പറയുന്നു, അത് ഈ ജ്ഞാനായ സമുദായം എന്നുള്ളത് ഒരു വികാരം തന്നെയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അചഞ്ചലമായ ക്രൈസ്തവ വിശ്വാസവും
പൈതൃകമായി ലഭിച്ച ക്നാനായ പാരമ്പര്യങ്ങളും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇന്നും ഈ മുദ്രാവാക്യം തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ആവർത്തിക്കുവാൻ യാതൊരു മടിയും സങ്കോചവും എനിക്കില്ല എന്ന് ആത്മാർത്ഥമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു പൈതൃകമായി ലഭിച്ച ക്നാനായ പാരമ്പര്യമെന്ന്. എന്താണ് ഈ പാരമ്പര്യം? വാട്ട് ഈസ് ഇറ്റ്? കാരണവന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് തലമുറകളായി കൈമാറി കിട്ടുന്നതെന്തോ അതാണ് പൈതൃകം. ഒരു തലമുറയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വെള്ളം ചേർക്കാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം നടത്തുക എന്നത് മുതിർന്ന തലമുറയുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. ഈ ഓരോ ജ്ഞാനായ മാതാപിതാക്കളും നെഞ്ചിൽ കുറിച്ചിടേണ്ട ഒരു സത്യവും അതുതന്നെയാണ്. ഞാനും നിങ്ങളും സഭാവിശ്വാസവും പൈതൃകവും പാരമ്പര്യങ്ങളും നെഞ്ചോട് ചേർത്താൽ നമ്മുടെ മക്കളും അതുപോലെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. So it is our responsibility, my dear brothers and sisters. സഭാവിശ്വാസവും സമുദായ പാരമ്പര്യമൊക്കെ പഴഞ്ചനെന്ന് പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിച്ചാൽ നമ്മുടെ മക്കളും അത് തന്നെ ചെയ്യും. How you look at it and how you cherish it, that is important. Your children will watch you. They will listen to you. They will register each and every word that you say and each and every action that you do. I have to confess, my dear brothers and sisters, that you parents, and we priests including, at times fail to transmit the teachings of Jesus Christ to our younger generation. നെഞ്ചിൽ കൈവച്ച് പറയുവാൻ നമുക്ക് സാധിക്കണം, യേശുവിലുള്ള വിശ്വാസവും സഭയോടുള്ള ആഭിമുഖ്യവും എന്നും നമുക്ക് കൈമുതലാണ്. അത് നഷ്ടപ്പെടുവാൻ യാതൊരു രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളോട്. നമ്മുടെ ഇളം തലമുറയ്ക്ക് നമ്മൾ എന്താണ് കൈമാറുന്നത്? എന്താണ് നമ്മൾ കൈമാറി കൊടുക്കുന്നത്? പരിഷ്കാരം കൂടിയപ്പോൾ നാം സംസ്കാരം കടലിൽ കളഞ്ഞ സ്ഥിതിയിലാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കാലം അത്ര നല്ലതല്ല എന്ന് എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാം. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ ചിറകിനടിയിൽ നിന്ന് പോലും റാഞ്ചിക്കൊണ്ടു പോകുവാനായിട്ട് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുള്ള നാടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. നമ്മുടെ മക്കളെ വിശ്വാസത്തിലും സഭാ കൂട്ടായ്മയിലും സമുദായ പാരമ്പര്യങ്ങളിലുമൊക്കെ ചേർത്ത് നിർത്തി വളർത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് ആശ്രയവും ആശ്വാസവുമായിട്ട് ഈ സമുദായ കൂട്ടായ്മ, ഈ സഭാ കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ഒരമ്മയുടെയും ഒരപ്പൻ്റെയും ഒക്കെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിലുള്ള വളർച്ച എന്ന്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് അൾജീരിയയിലാണ്. അൾജീരിയയിലെ ഒരമ്മയെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മോണിക്ക പുണ്യവതി. ഈ മോണിക്ക പുണ്യവതി അവര് ഏതാണ്ട് 18 വർഷക്കാലം ഒരു വിജാതീയനും കള്ളുകുടിയനുമായ ഭർത്താവിന് വേണ്ടിയും തെമ്മാടിയായി ജീവിച്ച ഒരു മകന് വേണ്ടിയും
പ്രാർത്ഥനയുടെ തഴപ്പായിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവമാണ് മരണത്തിന് തൊട്ടു മുമ്പ് മോനിക്ക പുണ്യവതിയുടെ ഭർത്താവ് വിശ്വാസം സ്വീകരിക്കുകയും മാമോസ സ്വീകരിക്കുകയും തെമ്മാടിയായി ജീവിച്ച മകന് ലോകത്തിന് തന്നെ അഭിമാനമായിട്ട് ഇന്ന് ഹിപ്പോയിലെ മെത്രാനായിട്ട് ജീവിച്ച വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളന് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വീടുകളിലെ അൾത്താരകൾക്ക് മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ചൈതന്യം ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരനുഭവമാണിത്. ഒത്തിരിയേറെ മക്കൾ ഒന്നിച്ചുകൂടി ഇവിടെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ ഈ വാഴ്വ് 2024 ആചരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ ഇവിടെ വളരെയേറെ വൈദികരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുവാൻ 15 ജ്ഞാനായ മിഷനുകളുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന പല സ്ഥലങ്ങളിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കുർബാനയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ജോലി ചെയ്ത് കടന്നു വന്നൊരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയുവാൻ പറ്റും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അൾത്താരയും നമ്മുടെ കുർബാനകളും നമ്മുടെ വിശ്വാസ ജീവിതവും അതാണ് നമുക്കെന്നും ശക്തിയും ബലവുമായിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഞാൻ ജോലി ചെയ്ത പല സ്ഥലങ്ങളിലും കുർബാനയ്ക്ക് വേണ്ടി 100-150 മൈലുകൾ വാഹനമോടിച്ച് കടന്നുപോയി വിശ്വാസം ജീവിച്ച് കുർബാന കണ്ട് മടങ്ങി വന്നിട്ടുള്ള വിശ്വാസികളുണ്ട്. കണ്ണുനീരോടെ ഒരു വൈദികന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയൊക്കെയുള്ള സഭാ സമൂഹങ്ങളുള്ള കാലത്താണ് നമുക്ക് ഇത്രയേറെ വലിയ അനുഗ്രഹം ദൈവം നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹത്തെ ഒരിക്കലും കുറച്ചു കാണരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാൻ ഒന്ന് മാത്രമാണ്, സഭയോട് ചേർന്ന് വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. എന്തൊക്കെ നേടിയാലും എന്തൊക്കെ സ്വന്തമാക്കിയാലും ദൈവത്തെ കൈവിട്ടുള്ള ഒരു കളിക്കും ഞാനില്ല, ജ്ഞാനായ സമുദായമില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അതൊരു ദൃഢനിശ്ചയമായിട്ട് എടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനാലയങ്ങളിൽ, പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും മുട്ടുകുത്തി കണ്ണുനീരോടുകൂടി മക്കളോടൊത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയേറെ സ്ഥലങ്ങളിൽ, വളരെയേറെ രാജ്യങ്ങളിൽ സഭയോടൊന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, സഭാവിശ്വാസികളോടൊന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കാണുന്നത് ഒരൊറ്റ കാര്യമാണ്, വിശ്വാസത്തിൽ ജീവിക്കുന്ന, സഭയോടൊത്ത് ജീവിക്കുന്ന മനുഷ്യരാരും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന്. അഭിമന്യ ശ്രാമ്പിക്കൽ പിതാവ് പറഞ്ഞതുപോലെ യേശുവാണ് നമ്മുടെ ആശ്രയം, യേശുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ. ആ വിശ്വാസത്തിൽ ഒന്നിച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വാഴ്വ് 2024 നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഒന്നിപ്പിൻ്റെ സന്ദേശം, ഐക്യത്തിൻ്റെ സന്ദേശം. ഒന്നിച്ചു നിന്നാൽ എല്ലാം നേടാൻ പറ്റും, വിഭജിച്ചു നിന്നാൽ എല്ലാം നഷ്ടമാകും. ഈ കഴിഞ്ഞ നാളുകളിൽ ക്നായിത്തോമ ദിനാചരണത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ നടന്ന ജ്ഞാനായ കുടിയേറ്റ അനുസ്മരണ സമ്മേളനത്തിൽ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ട് നമ്മളെ ആഹ്വാനം ചെയ്തൊരു കാര്യമുണ്ട്. ഒന്നെഴുതാൻ ചെരിയേണ്ട ഇടത്തോട്ട്, ചെരിയേണ്ട വലത്തോട്ട്, ചെറിയൊരു കുറിയൊരു നേർവറ മാത്രം, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സജീച്ചനും
അഭിമന്യ മൂലക്കാട്ട് പിതാവും പറഞ്ഞു, നമ്മുടെ വളർച്ചയുടെ ഭാഗമായി തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഭിന്നിച്ച് നിന്നാൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. നമുക്ക് ഒന്നായി നിന്നാൽ, ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞു സമൂഹമാണ് നമ്മളെങ്കിലും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച ഒരു സമൂഹമാണിത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭാ തനയന്മാരെ അനുസരിച്ചുകൊണ്ട്, സഭാ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ സഭാ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.